വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനല്ലേ ഇന്നൊരു ഡെമോ ഹോളായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ കൂടുതലായിട്ട് സാധനങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാണിച്ചു തരാൻ കരുതിയിട്ടാട്ടോ. പിന്നാണെങ്കിൽ ഞാനിത് ഓർഡർ ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു, അത് കിട്ടാനും കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ ഓൾറെഡി ഇത് അൺബോക്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ കാണിക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതെനിക്ക് 30 മിനിറ്റ് ചലഞ്ചോ അങ്ങനെ എന്തോ ഒരു ഓഫറിലാണ് കംപ്ലീറ്റ് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് ഒക്കെ 5 റിയാൽ, 6 റിയാൽ, 10 റിയാൽ, 12 റിയാൽ അങ്ങനെ കുറഞ്ഞ റേറ്റിലാണ് എനിക്ക് കംപ്ലീറ്റ് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ കൂടുതലായിട്ട് അടിപൊളി സാധനങ്ങളേക്ക് കിട്ടുക എന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും കുഴപ്പമില്ലാത്ത ആവറേജ് പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആദ്യം തന്നെ ഞാൻ 2 വാച്ച് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ എനിക്ക് 6 റിയാലിന് എന്തോ ആയിരുന്നു. ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ അതിൻ്റെയൊക്കെ റേറ്റ്. ഞാൻ വാങ്ങുമ്പോഴത്തെ റേറ്റും ഇപ്പോഴത്തെ റേറ്റ് ഞാൻ വേണമെങ്കിൽ കൊടുക്കുക. ഇത് ഞാൻ 6 റിയാലിന് എന്തോ ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് ഒരു വാച്ചും പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു ബ്രേസ്ലെറ്റ് ഈ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ പിക്കിൽ കണ്ടപ്പം എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിയതായിരുന്നു കേട്ടോ. കയ്യിൽ കിട്ടിയപ്പോഴും അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ കളർ വന്നിട്ട് ഭയങ്കര ഗോൾഡൻ കളർ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ അങ്ങനെ കാര്യമായിട്ട് പ്രശ്നമൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ സെക്കൻഡ് വാച്ച് വന്നിട്ട് ഈ ഒരു വാച്ചാണ്. ഇത് ഞാൻ 10 റിയാലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതും അങ്ങനെ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെയും കളറ് വന്നിട്ട് അത്യാവശ്യം ഭയങ്കര ഗോൾഡൻ കളർ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ വാച്ചിനേക്കാളും ഭയങ്കര കുത്തി നിൽക്കുന്ന ഒരു കളർ പോലെ. ഇത് ഫോണിൽ എനിക്ക് അങ്ങനെ അങ്ങോട്ട് കാണുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റ്. പിന്നെ അത്രയല്ലേ ഉള്ളൂ റേറ്റ് എന്ന് കരുതി ഞാൻ അങ്ങോട്ട് സമാധാനിച്ചു. പിന്നെ ഈ ഒരു ബാഗ് വന്നിട്ട് 5 റിയാലിനാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ 30 മിനിറ്റ് ചാലഞ്ചോ അങ്ങനെ എന്തോ ആയിരുന്നു. ആ ടൈമിലാണ് ഞാനിത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നത് ഇതിനെനിക്ക് 5 റിയാലിനാണ് ഈ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അത്ര അങ്ങോട്ട് ക്വാളിറ്റി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ക്വാളിറ്റി വൈസ് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ സ്ലിങ്, അതിൽ വന്നിട്ട് ഞാൻ എന്തൊക്കെയോ കുറച്ച് എയ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്രോസ് ബാഗ് ആയിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് കിട്ടിയത് ഒന്നുമില്ല, ജസ്റ്റ് ബ്ലാക്ക് കളർ മാത്രമുള്ള ഒരിതാണ് കിട്ടിയത്. പക്ഷെ കുഴപ്പമില്ല, 5 റിയാലല്ലുള്ളൂ എന്ന് കരുതി ഞാൻ അത് സമാധാനിച്ചു. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു ചപ്പലാണ് കേട്ടോ. ഇതിലേനു ഞാൻ ഏറ്റവും കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തത്. അതായത് ബാക്കിയുള്ള എല്ലാ സാധനവും കുറഞ്ഞ റേറ്റുള്ളതിനും. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് 29 റിയാൽ എന്തോ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച സാധനമെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം കംപ്ലീറ്റ് ഫുള്ള് റബ്ബർ പോലെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ഒരു പിക്കിൽ കണ്ടത് ഈ സെയിം സാധനം തന്നെ കേട്ടോ പിക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ കംപ്ലീറ്റ് റബ്ബറിലാണ് വന്നത് എന്നുള്ളൂ. പ്രത്യേകിച്ച് ആ ഒരു ബ്രൗൺ ഏരിയ ഉണ്ടല്ലോ, അവിടെ ഒന്നും ഞാൻ ഈ റബ്ബർ ടൈപ്പ് അല്ല ഞാൻ പിക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സമാധാനിച്ചു. അങ്ങനെ പിന്നെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു ബാഗ് കേട്ടോ. ഈ ബാഗിൻ്റെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം കുറച്ചും കൂടി നീളമുള്ള ബാഗാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് ഭയങ്കര ചെറുതായിപ്പോയി. ഭയങ്കര ചെറുതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറഞ്ഞെന്തെങ്കിലും, അതായത് നമ്മുടെ ഫോണ് അതേപോലെ വാലറ്റ് അങ്ങനെ ചെറുതെ എന്തെങ്കിലും ഇട്ട് കൊണ്ടുപോകാൻ പറ്റിയ അത്രയും ചെറിയ ബാഗാണ്. ഞാൻ പക്ഷേ പിക്കിൽ ആ ടൈമിൽ കണ്ടത് കുറച്ചും കൂടിയും നീളമുള്ള ഒരു ബാഗ് ആയിരുന്നു എന്നെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല. പിന്നെ ഞാനങ്ങനെ കൂടുതലായിട്ട് റിവ്യൂസും കാര്യങ്ങളൊന്നും അങ്ങനെ കൂടുതലായിട്ട് നോക്കിയിട്ടില്ലേനു. കാരണം ആകെ 30 മിനിറ്റ് അല്ലേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഉള്ളിൽ മാക്സിമം എന്തൊക്കെ കിട്ടും അതൊക്കെ വാങ്ങാലോ എന്നൊരൊറ്റ മൈൻഡിലായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അങ്ങനെ റിവ്യൂസും കാര്യങ്ങളൊന്നും എനിക്ക് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. സാധാരണ അങ്ങനെ ബാഗിൽ ഇങ്ങനത്തെ ഈ ഒരു സംഭവമൊക്കെ വളരെ കുറവല്ലേ ഉണ്ടാവില്ല. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ആ സൈഡിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു സംഭവമല്ലേ ഉണ്ടാവില്ലുള്ളൂ. അപ്പം അതെനിക്കെന്തോ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബാഗിൻ്റെ ക്വാളിറ്റി വന്നിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം ഒന്നും പറയാനില്ല, അത്രക്കും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എത്രയാണെന്നുള്ളത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും 12 അങ്ങനെ എന്തോ ഒരു ചെറിയ എമൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ.
ഇത് വന്നിട്ട് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു ബാഗ്. ഒന്നാമത് അതിൻ്റെ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ക്വാളിറ്റി വൈസ് ആണെങ്കിലും സാധനം അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു ചെരുപ്പാണ്. ഇതിൽ എനിക്കെന്താ മെയിൻ പറ്റിയതെന്ന് വെച്ചാൽ ഇതെനിക്ക് അത്യാവശ്യം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതും ഒരുമാതിരി പ്ലാസ്റ്റിക് എന്നല്ല, എന്താ പറയുക, വേറെ എന്തോ റബ്ബർ ടൈപ്പ് ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പിലാണ് ഈ ഒരു ചപ്പലും വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ കളർ ഞാനിതായിരുന്നില്ല ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, വേറൊരു കളറായിരുന്നു. ഞാൻ ഇവിടെ സൈഡിൽ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ആ ഒരു കളറായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് കയ്യിൽ കിട്ടിയത് ഈ ഒരു കളറാണ്. പിന്നെ ഇനി ഇത് റിട്ടേൺ അടിച്ചിട്ട് പിന്നെ വരണമല്ലോ എന്നൊക്കെ കരുതി ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് മതി എന്ന് കരുതി. കാരണം ഇന്ത്യയിൽ ഈ ഒരു കളറില്ല മെയിനായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ കരുതി ഓക്കെ ഈ ഒരു കളർ തന്നെ നിന്നോട്ടെ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു കളറല്ല ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാൻ വേറൊരു കളറായിരുന്നു ഓർഡർ ചെയ്തത്. പക്ഷെ എനിക്ക് കിട്ടിയത് ഈ ഒരു കളറാണ്. എങ്കിലും ഞാനത് അഡ്ജസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു ബാഗാണ് കേട്ടോ. എന്താ പറയുക, ഇതേപോലെ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു വാങ്ങിയൊരു ബാഗായിരുന്നു ഇത്. ഞാൻ ഈ ഒരു വൈറ്റ് കളറല്ല, ഇതിൽ ഫോണിൽ അങ്ങനെയായിട്ട് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഇത് ഭയങ്കര വൈറ്റ് കളറാണ്. ഞാനാണെങ്കിൽ ഒരു ഓഫ് വൈറ്റിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക ഏറ്റവും അടിഭാഗമല്ലേ അവിടെയൊക്കെ ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട്, പ്രത്യേകിച്ച് ഈ ഒരു സ്ട്രാപ്പ് ഉണ്ടല്ലോ, ആ സ്ട്രാപ്പും ഒരു ബ്രൗൺ കളറിലാട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരയിൽ ഇപ്പോഴാണ് ഞാനത് കാണുന്നത്. ഒരയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഇതിൻ്റെ ഈ അടിഭാഗത്തതും അതേപോലെ ഈ സ്ട്രാപ്പിൻ്റെ കളറും ഓപ്ഷണലാണ്, അതായത് ചിലപ്പം കളർ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. പക്ഷെ അന്നേരം ഞാൻ പിന്നെ അതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല, കാരണം വേഗം ഓർഡർ ചെയ്യണമല്ലോ ആ ഒരൊറ്റ മൈൻഡിലേനു. അങ്ങനെ ഏതായാലും കിട്ടിയത് ഈ ഒരു പ്രൊഡക്റ്റാണ്. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, ക്വാളിറ്റി വൈസ് ആയാലും ഒന്നും അത്ര കുഴപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ച സാധനമല്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഇതിൻ്റെ അടിഭാഗം ആ ഒരു എന്താ പറയുക, ഞാൻ എൻ്റെ കൈ വെച്ച ആ ഒരു സൈഡിൽ ഒരു ബ്രൗൺ കളറായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു സ്ട്രാപ്പും, അത് രണ്ടും അല്ലാന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ 2 കമ്പാർട്ട്മെൻറ്റും, 2 ഒരു 3 കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ വന്നിട്ട് കണ്ടോ, ഈ ഒരു സിബിൻ്റെ ഈ ഒരു ചെറിയ കമ്പാർട്ട്മെൻറ്റും അല്ലാണ്ട് ഒരു കമ്പാർട്ട്മെൻറ്റും അതിൻ്റെ സൈഡിൽ 2 കമ്പാർട്ട്മെൻറ്റൊക്കെ ആയിട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു നൈസ് പ്രൊഡക്റ്റാണ്. പക്ഷേ ഞാൻ വിചാരിച്ച സാധനമല്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ഓൾമോസ്റ്റ് ഗുഡാണ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ കുറേ കാലമായിട്ട് എൻ്റെ കാർട്ടിലിട്ട് വെച്ചൊരു സാധനമാണ്. കാരണം എനിക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു ചെരുപ്പ് വന്നിട്ട്. ഞാൻ കുറേ അയക്കുന്നു ഇതിങ്ങനെ വാങ്ങണം എന്ന് കരുതി നിൽക്കുന്നു. പക്ഷെ അത്യാവശ്യം നല്ല റേറ്റായിട്ട് എനിക്ക് വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനിങ്ങനെ വിചാരിക്കും ഓക്കെ ഇതിൽ നല്ല ഓഫർ കാണാനൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും ഓഫറിൽ കിട്ടുമായിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ കാർട്ടിലിട്ട് വെച്ച പ്രൊഡക്റ്റാണ്. ഇതിന് എനിക്ക് തോന്നുന്നത് 18 അങ്ങനെ എന്തോ ചെറിയ റേറ്റിനാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ കണ്ടതും എനിക്ക് കിട്ടിയതും തമ്മിൽ അത്യാവശ്യം നല്ല എന്താ പറയുക മാറ്റം ഉണ്ടായിരുന്നു. ഇതും എനിക്ക് വന്നിട്ടൊരു എൻ്റെ മോൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വളരെമായിട്ട് കൂടുതലായിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഒന്നും ചെയ്യാനില്ല. സാധാരണ ഞാൻ രാത്രിയാണ് അധികം വോയിസ് ഓവർ കൊടുക്കൽ. ഇതിന് എനിക്കെന്തോ രാത്രി വോയിസ് ഓവർ കൊടുക്കാൻ നല്ല മടിയായിട്ട് ഞാൻ രാവിലെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ സൗണ്ട്. എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് എന്താ പറയുക റബ്ബറിലാണ് കേട്ടോ ഇതും വന്നത്. കാരണം ഞാൻ അതിൽ ഓർഡർ ചെയ്ത സാധനം ഞാൻ കണ്ടത് റബ്ബറൊന്നും ആയിരുന്നില്ല. പിന്നെ ഞാനങ്ങനെ റിവ്യൂസും കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പം അതുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയത് എന്തോ. പക്ഷേ കുഴപ്പമൊന്നുമില്ല, പ്രൊഡക്റ്റ് വന്നിട്ട് കാണാനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇനി അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാം എന്നുള്ളതാണ് എൻ്റെ ആകെ കൂടിയുള്ള ഒരു ലാസ്റ്റ് ഓപ്ഷൻ. അതുകൊണ്ട് പ്രൊഡക്റ്റ് വൈസ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ റബ്ബറായിരുന്നു എന്തോ ഒരു, പക്ഷേ ഇടാനൊക്കെ നല്ല കംഫർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ ആഗ്രഹിച്ച സാധനം ഇതായിരുന്നില്ല. ഇതൊക്കെയായിരുന്നു ഗൈസ് ഞാൻ ടെമോയിൽ ഓർഡർ ചെയ്തിരുന്ന സാധനങ്ങൾ. ഒക്കെ ഓൾമോസ്റ്റ് ഓക്കെ പ്രൊഡക്റ്റ്. പക്ഷേ ഞാൻ ആഗ്രഹിച്ച സാധനങ്ങളായിരുന്നില്ല. അങ്ങനത്തെ ഒരു ചെറിയ പാകപ്പിയവുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഓൾമോസ്റ്റ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും കുറഞ്ഞ റേറ്റിനാണല്ലോ കിട്ടുന്നത് എന്ന് കരുതി ഞാൻ സമാധാനിച്ചു, അത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.